ഓരോ സ്ഥലവും വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ജോഗ്രഫിക്ക് വളരെ ഒരു റെലവൻസ് ഉണ്ട്. കാര്യം നമുക്ക് ഇടുക്കിയും വയനാടും ഒക്കെ പോലെ ഘാട്ട് ഏരിയാസ് ഉണ്ട്. കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയൊക്കെ പോലെ മിഡ്ലാൻഡുകളുണ്ട്. ആലപ്പുഴയും എറണാകുളം പോലെ കോസ്റ്റൽ ബെൽറ്റുകളുണ്ട്. ഈ ഓരോ റീജിയനുകളിലും നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫൗണ്ടേഷൻസ് ഡിഫറെന്റ് ആണ്. ഘാട്ട് സെക്ഷൻസിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം സ്ലോപ്പി ആയിട്ടുള്ള ആ ടെറൈനിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ആർക്കിടെക്ട്സ് കൂടുതലും അതിന്റെ നാച്ചുറൽ ടെറൈൻ ഡിസ്റ്റർബ് ചെയ്യാതെ മാക്സിമം ലെവൽസ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഒരേ ലെവലിലായിരിക്കില്ല ഫൗണ്ടേഷൻസ് വരുന്നത്. കോട്ടയം പത്തനംതിട്ട പോലുള്ള മിഡ്ലാൻഡുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബിൽഡിങ്ങിന്റെ ലോഡ് നന്നായി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള സോയിലാണ് നമുക്ക് ഈ മിഡ്ലാൻഡുകളിൽ കിട്ടാറുള്ളത്. സോ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി കാണുന്ന കല്ല് കെട്ടിയൊക്കെ ചെയ്യുന്ന റബിൾ മേസൺറിയും അതുപോലെ കോളം ഫൗണ്ടേഷൻസ് എല്ലാം യൂസ് ചെയ്യാം. നേരെ മറിച്ച് കോസ്റ്റൽ ഏരിയാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഫൗണ്ടേഷൻ കൂടുതലും വീക്കാണ്, ചതുപ്പ് നിലങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബിൽഡിങ്ങിന്റെ നേച്ചർ അനുസരിച്ച് റാഫ്റ്റോ പൈലോ പോലെയുള്ള ഫൗണ്ടേഷൻസിലേക്ക് മാറും. ഒരു സൈറ്റിന്റെ ജോഗ്രഫി അനുസരിച്ച്, അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് അനുസരിച്ച്, ആ ഡിസൈൻ ചെയ്ത ബിൽഡിങ്ങിൽ വരുന്ന ലോഡുകൾ അനുസരിച്ച് മാത്രം കെയർഫുൾ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് ഫൗണ്ടേഷൻസ്. അതിന് സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കോസ്റ്റ് മുടക്ക് ഒരു അധിക ബാധ്യതയായിട്ട് കാണാതെ, കാര്യം ഒരു സൈറ്റിലെ സോയിൽ ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ സൈറ്റിൽ. അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സോയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. തീർച്ചയായും.